ഡ്രൈവർ കാറിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയുമായി സോഷ്യൽ മീഡിയയിൽ വൈറലായ അലൻ ജോസ് പെരേര. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതി ശവത്തി കുത്തിയത്, കുത്തും ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. മർദ്ദനമേറ്റിട്ട് ശരീരത്തിന് നുറുങ്ങുന്ന വേദനയെന്ന് അലൻ ജോസ് പെരേര പരാതിപ്പെടുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അലൻ ജോസ് പറഞ്ഞു. കുഞ്ഞീഷ്ണ, ഈ കുരിശന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റിത്ത, എന്നാൽ എനിക്കൊരു മനസമാധാനം ഉണ്ട്. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിട്ടുള്ള അലിൻ ജോസ് പെരേര ഇപ്പോൾ പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. എന്താടോ, എന്തു പറ്റി? അലിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളതാണ് അലിന്റെ പരാതി. ഇന്നലെയാണ് അലിനെ ക്രൂരമായി മർദ്ദിച്ചത് യൂബർ ഡ്രൈവർ. എന്തായാലും അലിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക. അലിന് കാര്യമായി മർദ്ദനമേറ്റു, ഇടി കിട്ടിയോ, എന്താ സംഭവിച്ചു? ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാൻ പോകാറില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരമെന്നാ. ആശിഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചേട്ടനെ പോലെയായിരുന്നു 2 വർഷമായിട്ട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇന്നലെ ആ ഒരു മർദ്ദനം ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട്. കാരണം ഇന്നലെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഇടികൊണ്ടിട്ട് വേദന കൊണ്ട് പൊളയണായിരുന്നു ഇന്നലെ. എന്നാലേ അവനൊക്കെ പഠിക്കൂ. കഴുത്തിലും ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നീരുണ്ടായി. ഇപ്പൊ നീര് കുറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. നമ്മളെ ഇതുവരെ ആരെയും ഉപദ്രവിക്കാനും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും പോകാറില്ല. നമ്മളൊരു ഉപദ്രവം ഇതുവരെ ഉണ്ടാക്കി. എന്ത് പോകരുതാണ് കാണിക്കണത്? വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചില്ല. നമ്മളെന്താണ് ഇങ്ങനെ വീട്ടുകാർ പിന്നെ ഇങ്ങനെ വൈറലായെന്നും പറഞ്ഞ് ഉപദ്രവിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളുകളാണ് ജസ്ലി, ലോറൻസ് പെരേരയും അലിനും ഒക്കെ. ഭയങ്കരം തന്നെ. ചെറുപ്പം നിരന്തരം കാണുന്ന ആൾക്ക് ഇവരൊരു ഉപദ്രവവും ഒരാൾക്കും ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. തൂക്കപ്പാടുകളും ഇടിയും ഹോസ്പിറ്റലിൽ പോകാൻ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥത പുള്ളിക്കുണ്ട്. നല്ല വേദന ഉണ്ട്.